സംപൂജ്യരായ പ്രിയ സജ്ജനങ്ങൾക്ക് ശ്രീ മഹാദേവ ജ്യോതിഷ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് ജ്യോതിഷവുമായി ബന്ധപ്പെട്ടതായ ഒരു വിഷയമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ കേട്ടറിഞ്ഞതായ ഒരു കഥ, അതിൻ്റെ മഹത്വം, അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടായ ഒരു ചിന്ത, അതാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് ഒരു തിരുമനസിൻ്റെ മുമ്പിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കവേ, ആ ഇല്ലത്തിരുന്ന് സംസാരിക്കവേ, അദ്ദേഹം ഒരു ക്ഷേത്രത്തെക്കുറിച്ച്, ആ ക്ഷേത്രത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും പറയുകയുണ്ടായി. അപ്പോൾ മുതൽ ആ ക്ഷേത്രം എന്താണ്, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളിൽ തുടങ്ങി. ഒരു ജ്യോതിഷി എന്ന നിലയിൽ നമ്മൾ സാധാരണ ഈ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് എല്ലായിടത്തു നിന്നും വ്യത്യസ്തമായി ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ എന്തെങ്കിലും ആചാരമോ അനുഷ്ഠാനമോ വഴിപാടോ പൂജയോ ഉണ്ടെങ്കിൽ നമ്മൾ അതെന്താണെന്നും അതിൻ്റെ സത്ത് എന്താണെന്നും നമ്മൾ അന്വേഷണ ബുദ്ധി ഉണ്ടാകും. അതൊരു ജ്യോതിഷിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ്. കാരണം ഈ മാലോകർ നമ്മളുടെ അടുത്ത് വരുന്നത് ഒരു രോഗം അല്ലെങ്കിൽ ഒരു വിഷയം ഇതിനെങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന് ചോദിച്ചിട്ടാണ് വരിക. അപ്പോൾ ഇതിനെവിടെയാണ് പരിഹാരം ഉള്ളതെന്ന്, ഒരു വൈദ്യന് ഏത് ഔഷധം കൊണ്ടാണ് രോഗത്തെ ചികിത്സിക്കുക എന്നതുപോലെ തന്നെ ഒരു ജ്യോത്സ്യൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന പ്രഷ്ടാവ് എങ്ങനെയാണ് രോഗത്തിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിന്ന് മോചിതനാവുക, അത് ഏത് ക്ഷേത്രത്തിലാണോ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ വളരെ അറിവുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ആ അന്വേഷണ ബുദ്ധിയോട് കൂടിയിരിക്കുന്നതായ എന്നിലേക്ക് അവിചാരിതമായി എത്തിപ്പെട്ടതാണ് തൃശ്ശൂർ ജില്ലയിൽ ഒരു ക്ഷേത്രത്തെക്കുറിച്ചുള്ളൊരു അറിവ്. വളരെ കൗതുകം തോന്നി. ആദ്യം തൃശ്ശൂർ ജില്ലയിൽ പെരുമ്പള്ളിശ്ശേരി എന്ന ഗ്രാമത്തിൽ അതിവിശിഷ്ടമായ ഒരു ക്ഷേത്രമുണ്ട്. മിത്രാനന്തപുരം വാമനമൂർത്തി ക്ഷേത്രം. ഈ ക്ഷേത്രം വളരെ അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് വളരെ വ്യത്യസ്തമാണ് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന്. അത് ഓരോന്നും അറിയുമ്പോഴാണ് ആ ക്ഷേത്രത്തിൻ്റെ മഹത്വവും മഹനീയതയും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ ക്ഷേത്രത്തിൽ ഉത്സവമില്ല, മണികൊട്ടി പൂജയില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. എന്തെന്നാൽ ഈ ക്ഷേത്രത്തിൽ വേദാധ്യായനം ചെയ്യുന്ന വാമനമൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണുവിനെയാണ് അത്രയും പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ചതുർബാഹുബിംബം ആണ്. ഇവിടെ പണ്ടുകാലത്ത് മറ്റുള്ളവർക്ക് പ്രവേശനമൊന്നുമില്ലായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വളരെ വിശിഷ്ടമായ താന്ത്രിക പാരമ്പര്യവും ഒക്കെയുള്ള ക്ഷേത്രമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിൽ എന്താണ് ഇത്ര മഹത്വം എന്ന് ചോദിച്ചാൽ, ഈ ക്ഷേത്രത്തിൽ ഒരു നെയ്യുണ്ട്. ആ നെയ്യെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വരുന്നത്. ഞാൻ മുന്നേ പറഞ്ഞു ഈ ക്ഷേത്രത്തിൽ മണികൊട്ടി പൂജയില്ല എന്ന്. മണി കൊട്ടുന്നത് പോലും ആ വേദാധ്യായനം ചെയ്യുന്ന കൊച്ചുകുട്ടിയായ ആ ഭഗവാന് അസ്വസ്ഥത ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണത്രേ മണി കൊട്ടിപ്പൂജ പോലും ഇല്ലാത്തത്. അപ്പോൾ എന്താണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യമെന്ന് ചോദിച്ചാൽ, 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഓത്തൂട്ട് എന്ന് പറയുന്ന ചടങ്ങാണ്. ഓത്തൂട്ട് എന്ന് പറഞ്ഞാൽ വേദജപമാണ്. എത്രയോ ഈ പഴയ ബ്രാഹ്മണ സമ്പ്രദായ പ്രകാരം എത്രയോ ഗ്രാമങ്ങളിൽ നിന്നുള്ള വിശിഷ്ടമായ വേദപണ്ഡിതന്മാരാൽ ഇവിടെ വന്ന് വേദം ജപിക്കും. വേദം ജപിച്ചിട്ട് കിട്ടുന്നതായ ആ നെയ്യാണ് ഓത്തൂട്ട് നെയ്യ് എന്ന് പറയുന്നത്. അപ്പോൾ ഓത്ത് കേട്ട നെയ്യ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന വിശേഷണം. ഓത്ത് കേട്ട നെയ്യ്, അങ്ങനെ തന്നെയാണത് പറയുക അത്രേ. ഈ നെയ്യ് ഇങ്ങനെ ഉറിയിൽ ഇങ്ങനെ കെട്ടിയിടും. എന്നിട്ട് ഈ നെയ്യ്, ഈ ഓത്ത് ചൊല്ലുന്നതൊക്കെ, ഈ വേദം ജപിക്കുന്നതൊക്കെ ഈ നെയ്യ് കേട്ട് ആ നെയ്യിൽ ആ വേദത്തിൻ്റെ ആ ശക്തി, ആ പവർ ആ നെയ്യിലേക്ക് ഉണ്ടാകുമെന്നും ആ നെയ്യ് വളരെ വളരെ വിശേഷമാണത്രേ. ഏത് മഹാവ്യാധിക്കും, ഏത് ഈ മൂകന് പോലും സംസാര ഗുണങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അത്രേ ഈ നെയ്യ്. അത്ര വിദ്യാവിജയത്തിനൊക്കെ വളരെ ബുദ്ധിയും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ നെയ്യ് വളരെ 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 വിശേഷമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു കേട്ടത്. അത്ര വിശേഷമുള്ളതായ ഒരു ക്ഷേത്രം. നമുക്ക് ഏതെങ്കിലും ഒക്കെ ഒരു കാലത്ത് ആ ക്ഷേത്രത്തിൽ പോയി ആ ക്ഷേത്രത്തിലെ ഭഗവാന്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കുവാൻ സാധിച്ചാൽ, ചിലപ്പോൾ അവിടുത്തെ ആ നെയ്യ് സേവിക്കാൻ ഒരു അവസരം ഉണ്ടായാൽ നമ്മളിലൊക്കെയുള്ള
ഈ കലി എന്ന് പറയുന്ന അവസ്ഥ മാറി വിദ്യാദി ഗുണങ്ങളൊക്കെ ഉണ്ടാവും എന്ന് ഉള്ളത് പറയാനും, പിന്നീട് ഈ ക്ഷേത്രത്തിൽ വിശേഷമായിട്ട് ഭൂമി പൂജ എന്ന് പറയുന്നത് ഒരു ചടങ്ങുണ്ടത്രേ. അതും വളരെ വിശേഷമാണ്. ഭൂമി സംബന്ധമായ ദോഷങ്ങൾ മാറാനും ഭൂമി ക്രയവിക്രയം ചെയ്യാനുമൊക്കെ ഈ ക്ഷേത്രത്തിൽ ഭൂമി പൂജ ചെയ്യുന്നത് വളരെ വിശേഷമായി പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അന്നദാനവും ഒക്കെ ഉണ്ട് ഈ ക്ഷേത്രത്തിൽ, വളരെ വിശേഷമാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഏതെങ്കിലും അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൽ പോവുകയോ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞ് ഈ ക്ഷേത്രത്തിൽ എപ്പോഴെങ്കിലും പോയിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ എന്തെങ്കിലും ഒരിക്കൽ ഇവിടെ പോയി ഈ ഭഗവാനെ കണ്ട് ഈ ഭഗവാങ്കൽ ഒരു പുഷ്പാഞ്ജലി, ഒരു ഗോപാലമന്ത്രം കൊണ്ടൊരു പുഷ്പാഞ്ജലിയെങ്കിലും കഴിക്കാൻ നിങ്ങളൊക്കെ ശ്രമിക്കുക. കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഇത്ര മഹത്വമായ ക്ഷേത്രം മറ്റൊന്ന് കേരളത്തിലുണ്ട് എന്ന് പറയാൻ വയ്യ, അത്ര കേമാണ്. ഒരുപാട് വാമനമൂർത്തി ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിന് ഇതിൻ്റെ ആചാരം കൊണ്ടും ഐതിഹ്യം കൊണ്ടും വളരെ വിശേഷമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇങ്ങനെയൊരു ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണു. വാമനമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണു. എല്ലാവർക്കും വിജയദശമി ആശംസകൾ. നന്ദി, നമസ്കാരം.